നമസ്കാരം. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എന്ന സിനിമ ടീസർ വന്നപ്പോൾ മുതൽ എയർലായ കാര്യം നമുക്കറിയാം. അവിടെയുള്ളവർ ആഘോഷിച്ചു. ഇപ്പോൾ ഏകദേശം 300 മില്യണോളം വ്യൂസ് ആകെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്ന കാര്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സിനിമയിൽ സംവിധായകയായ ഗീതു മോഹൻദാസ് എടുത്ത 2 നിലപാടുകളാണ്. ഒന്ന്, വിമൻ ഒബ്ജക്ടിഫിക്കേഷൻ അന്ന് സിനിമകളിൽ ഉണ്ടാകാൻ പാടില്ല, ഒബ്സീൻ സീനുകളിൽ സിനിമകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗീതു മോഹൻദാസ് തൻ്റെ സ്വന്തം സിനിമ സംവിധാനം ചെയ്തപ്പോഴേക്കും ഈ 2 കാര്യങ്ങൾ, വിമൻ ഒബ്ജക്ടിഫിക്കേഷനും ഇതുപോലെ ടീസറിൽ ഒബ്സീൻ രംഗങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതിന് എന്തുകൊണ്ട് പ്രശ്നമില്ല? അപ്പോൾ ഇരട്ടത്താപ്പാണോ, ഇരട്ട നിലപാടാണോ എന്ന ചോദ്യം ഗീതു മോഹൻദാസിന് അപ്പോൾ മുതൽ തന്നെ ചോദ്യം ചെയ്തിരുന്നു മലയാളി പ്രേക്ഷകർ. ഇപ്പോഴിതാ കർണാടകത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആം ആദ്മി പാർട്ടിയുടെ വിമൻ വിങ്ങിൻ്റെ തലവയായ ഉഷാ മോഹൻ ഇതാ പോലീസിൽ പരാതി ഫയൽ ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ഉഷാ മോഹൻ AAP പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യമായിട്ട് ടോക്സിക് ടീസറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പിന്നീട് വിമൻസ് കമ്മീഷൻസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ടോക്സിക് ടീസറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിനെന്തുകൊണ്ടാണ് കാരണം? ഒന്ന്, ഈ ടീസറിനുള്ളിൽ ഒബ്സീൻ രംഗങ്ങളുണ്ട്. കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രംഗങ്ങൾ, സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്ത രംഗങ്ങൾ ഉൾപ്പെടെ ഈ ടീസറിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തത് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇത് കാണണം, ഇത് വിലയിരുത്തണം, ഈ ടീസർ വിലയിരുത്തണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ യൂട്യൂബിൽ ഇറക്കുന്നത് കൊണ്ട് തന്നെ CBFCയുടെ സർട്ടിഫിക്കറ്റ് പ്രത്യേകമായിട്ടും വേണ്ട. അതുകൊണ്ട് തന്നെ അത് നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ വിമൻ ടീമുകൾ, അവർ വിമൻ വിങ് CBFCക്ക് നേരെ പരാതിയും പോലീസിന് നേരെ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇങ്ങനൊരു സിനിമയ്ക്കകത്ത് ഇങ്ങനൊരു കണ്ടന്റ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് കാണണം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ 8-ാം തീയതിയായിരുന്നു യാഷിൻ്റെ പിറന്നാൾ. അപ്പോൾ പുറത്തുവിട്ട വീഡിയോ ആണ്. അപ്പോൾ മുതൽ ട്രെൻഡിങ് ആണ്, അപ്പോൾ മുതൽ സ്ട്രൈക്കിംഗ് ആണ്, സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ തരംഗമായി മാറുകയും ചെയ്തു. അപ്പോൾ തൊട്ട് ഉള്ള ചർച്ചകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രംഗങ്ങൾ 2 ഭാഗത്തായിട്ട് തന്നെ ആളുകൾ തിരിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കേരളത്തിൽ ചർച്ചയായി മാറിയിരുന്നത് ഗീതു മോഹൻദാസിൻ്റെ നിലപാടാണ്. അത് കർണാടകയിലൊന്നും വലിയ രീതിയിൽ ചർച്ചയായില്ല, കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. കേരളത്തിൽ അറിയാവുന്ന ഒരു കാര്യം, WCC അംഗവും കൂടിയായിരുന്ന ഗീതു മോഹൻദാസ് കസബ എന്ന സിനിമയ്ക്ക് ഉൾപ്പെടെ എതിർത്ത് സംസാരിച്ച ഗീതു മോഹൻദാസ് എന്തുകൊണ്ട് ടോക്സിക് സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നു? അപ്പോൾ ഇത് സമൂഹത്തിൽ 2 തട്ടായിട്ട് തിരിയുകയും ചെയ്തു. അപ്പോൾ പലരും ഗീതു മോഹൻദാസിനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നവർ പറഞ്ഞത്, ഈ 2 കഥാപാത്രങ്ങൾ തമ്മിൽ കൺസെൻറ്റോടുകൂടി ചെയ്ത ഒരു സെക്ഷൽ ആക്റ്റാണ്, അതെങ്ങനെയാണ് പ്രശ്നമാകുന്നത്? കസബയിൽ അങ്ങനെയല്ല. കസബയിലെ നായക കഥാപാത്രം ആ പെൺകുട്ടിയെ കയറി പിടിക്കുന്നത് ആ പെൺകുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ്, കഥാപാത്രത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് എന്നുള്ളതായിരുന്നു മുന്നോട്ട് വയ്ക്കുന്ന 2 ഭാഗങ്ങൾ. അപ്പോൾ കൺസെൻറ്റ് വേറെ, ഇത് വേറെ, നിങ്ങൾ എങ്ങനെയാണ് ഇത് 2 തട്ടിലാക്കുന്നത് എന്നുള്ളതാണ് ഗീതു മോഹൻദാസിനെ അനുകൂലിച്ചെത്തുന്നവർ സംസാരിക്കുന്നത്. നേരെ മറിച്ച് മറ്റൊരു ആളുകൾ പറയുന്നത്, ഇത് കൺസെൻറ്റിൻ്റെ വിഷയങ്ങളല്ല, ഇത് വിമൻ ഒബ്ജക്റ്റിഫിക്കേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നായകന് മാസ് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് വിമനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഗീതു മോഹൻദാസിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത്. അതായത് യാഷിന് ഇൻട്രൊഡക്ഷൻ സീനിന് തൊട്ട് മുന്നേ യാഷിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, യാഷിന് മാസ്സായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ സ്ത്രീയുമായിട്ട് സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുകയാണ് എന്നുള്ളത് ഓരോ ക്ലോസപ്പ് ഷോട്ട് വെച്ച് കാണിക്കുക. അപ്പോഴൊന്നും യാഷിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കാതെ ആ വിമൻ ഒബ്ജക്റ്റിഫൈ ചെയ്യുക, വിമൻ പ്ലഷേർഡ് ആവുന്നു യാഷിൻ്റെ സെക്ഷൽ ആക്ടിൽ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തിനാണ് പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഗീതു മോഹൻദാസിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത്. എന്തായാലും അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. ഗീതു മോഹൻദാസ് ഇപ്പോഴും എയറിൽ ഇങ്ങനെ തുടർന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ടോക്സിക് ടീസറിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. ഇത് അപ്പാർട്ട് ഫ്രം ഗീതു മോഹൻദാസ് ആൻഡ് യാഷ്, ടോക്സിക് നിർമ്മിച്ചിരിക്കുന്നത് KVN പ്രൊഡക്ഷൻസ് ആണ്. ആരാണ് ഈ KVN പ്രൊഡക്ഷൻസ്? KVN പ്രൊഡക്ഷൻസ് ആണ് ജനനായകൻ്റെയും പ്രൊഡക്ഷൻ കമ്പനി. ഇപ്പോൾ ജനനായകനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് KVN പ്രൊഡക്ഷൻസ്. അതായത് ഡിവിഷൻ ബെഞ്ച്, മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വിധിച്ച വിധിയെ മാറ്റണമെന്നും സിംഗിൾ ബെഞ്ച് നൽകിയ വിധി അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് നിൽക്കുകയാണ് KVN പ്രൊഡക്ഷൻസ്. ആ കേസ് ഇപ്പോൾ KVN പ്രൊഡക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KVN പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ റിലീസായിട്ടാണ് ജനനായകൻ അവർ പ്ലാൻ ചെയ്തത്. പുതുതായിട്ട് വന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർ ചെയ്യുന്നതെല്ലാം ബിഗ് ബഡ്ജറ്റ് സിനിമകളുമാണ് താനും. അപ്പോൾ വിജയ് വെച്ച് സിനിമ ചെയ്യുന്നു, യാഷിനെ വെച്ച് സിനിമ ചെയ്യുന്നു, പിന്നെയും അവരുടെ പക്കൽ കുറച്ചധികം സിനിമകൾ KVNൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ തൊടുന്നതൊക്കെ തന്നെ കേസും പ്രശ്നങ്ങളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് KVN. ഇപ്പോൾ ജനനായകൻ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ ടോക്സിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ വിമൻ വിങ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇനി KVN ഓടണം. അപ്പോൾ ഈ KVN ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ടോക്സിക്കിൻ്റെ റിലീസ് 19-ാം തീയതിയാണ്. ടോക്സിക്കിന് ഇപ്പോൾ ഇതുവരെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ടോക്സിക് റിലീസാകുന്ന സമയത്തിന് മുന്നോടിയായിട്ട് ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതും അറിയില്ല. KVN ആവട്ടെ, KVNോട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ എങ്ങനെയാണ് നിങ്ങൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചതെന്നുള്ളതാണ്. പക്ഷേ പല സിനിമകളും റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നുള്ളത് കോടതിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴേക്കും ശരിയല്ലായിരിക്കാം, തെറ്റല്ലായിരിക്കാം. പക്ഷേ സിനിമാ പ്രവർത്തകർ അങ്ങനെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാറുണ്ട്. എത്രയോ സിനിമ, എത്രയോ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമോ, പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ചോദ്യം വരികയാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ ടീസറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയ്ക്ക് മേലും പ്രശ്നങ്ങളുണ്ടാകും. ആ സിനിമയ്ക്ക് ഇനി
സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഒരു വേ ഹെഡ് ഓഫ് ടൈം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ടോക്സിക് ടീസറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഗീതു മോഹൻദാസും യാഷും കോടതി കയറും. ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കാൻ വരുന്നത്. കെവിൻ പ്രൊഡക്ഷൻസും കോടതി കയറും. പക്ഷേ ഇത്തവണ ജനനായകൻ്റെ ലേബലല്ല, ടോക്സിക്കിൻ്റെ ലേബലായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇതുപോലൊരു ഗതികെട്ട പ്രൊഡ്യൂസർ ഉണ്ടാവും, ഇത്രയധികം കോടികൾ മുടക്കുകയും വേണം, കോടതി കയറി ഇറങ്ങുകയും വേണം എന്നുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ജനനായകന് മുടക്കിയിരിക്കുന്ന 500 കോടിയാണ്. ടോക്സിക് എത്രയോ വർഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് പുറത്തു വിടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കണക്കുകൾ പറയുന്നില്ല. എത്ര വർഷങ്ങളായി? 4 വർഷമാണ് യാഷ് ഈ സിനിമയ്ക്ക് വേണ്ടി കളയുന്നത്. അതിനിടയിൽ ഗീതു മോഹൻദാസ് യാഷ് തമ്മിലുള്ള തർക്കം. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ യാഷിൻ്റെ പേര് എഴുതിയിരിക്കുന്നു. പല സീൻസും റിമൂവ് ചെയ്ത് വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. ആസ് എ പ്രൊഡക്ഷൻ കമ്പനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ബേർഡൻ ആണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ടോക്സിക്കും കൂടി ഇപ്പോൾ പ്രശ്നത്തിലേക്ക് ഏർപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.